പല രൂപത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് ഞാൻ കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോഴേ ഞാൻ ഒരാളെ പരിചയപ്പെട്ട്. പറഞ്ഞാൽ ഒരു വെറൈറ്റി മനുഷ്യൻ. നിങ്ങളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തായാലും കോഴിക്കോട് ബീച്ചിൽ വന്നാൽ മസ്റ്റായിട്ട് കണ്ടിരിക്കണം കേട്ടോ. ആളെ കാണിച്ചു തരാം. ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ മച്ചാന്. ഒരു കോൺഫിഡൻസും അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ളതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ബാസിബ്രോനെ പരിചയപ്പെടാം. എങ്ങനെയുണ്ട് ബീച്ചത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ്, ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? റെസ്പോൺസ് അടിപൊളിയാണ്. ഞാൻ എങ്ങനെ ഒരു തോട്ട് വന്നാണ് ഏതായാലും ഓയിൽസിൽ അത്ര ചെയ്തുകൊണ്ട് പെർഫ്യൂമിൽ എത്തണം എന്നാണ്. മീൻസ് നമ്മളായിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. പല രൂപത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എസ്പെഷ്യലി സ്മെൽസസ് ആയിട്ടുള്ള കണക്ഷൻസ്, അതുപോലെ തന്നെ ആളുകളായിട്ടുള്ള കണക്ഷൻസ്. പിന്നെ ബീച്ച് ആകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജില്ലയിൽ നിന്ന് ആളുകൾ വരും. പിന്നെ ബ്രോന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള തോന്നിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും വലിയൊരു എമൗണ്ട് ആയിട്ടുള്ള സംഭവമൊക്കെ കയ്യിലെത്തിയാലാണ് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ള കുറെ തോട്ടുകളുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ട് എത്ര ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസും അതേപോലെ തന്നെ ഇതൊരു ബ്രാൻഡ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, അതാണ് എനിക്ക് ബ്രോൻഡിൽ എന്നുള്ള ഒരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷെ അതെന്തായാലും ഒരു ബ്രാൻഡായിട്ട് തന്നെ മാറും. പിന്നെ ഞങ്ങളെ മെസ്സേജ് ഇട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് റീപ്ലൈ തരുന്നു. ആ ഒരു കണക്ഷൻസ് നമ്മളെപ്പോഴും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ നമ്മളെ ഈ പെർഫ്യൂമറിയിലുള്ള ആളുകളായിട്ടുള്ള കണക്ഷൻസ് ആണ്. അതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ. അപ്പൊ അതിൽ ബെറ്റർ ആളാണ് റിസ്വാന്. അപ്പം റിസ്വാന്റെ റിവ്യൂ നല്ല മുമ്പോട്ട് പോകട്ടെ. അതിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നമ്മളതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ പണിപ്പൂരിയിലാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓൺ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വരാണ്ട് കേട്ടോ. ഇതൊന്നല്ല, ഇതില് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ വരാണ്ട്. ഇത് ഓയിലി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കണം. നമ്മളെ പെർഫ്യൂമിലേക്ക് കടക്കും ഇൻഷാല്ലാ. ഒരു 10 മാസമായിട്ട് അതിന്റെ ഉള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ആയി വരുന്നു. ഓക്കെ, എന്തായാലും റിസ്വാൻ ബ്രോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാരും സപ്പോർട്ട് ചെയ്യാ. ഓക്കെ, ഐമൻ പെർഫ്യൂംസ് ഇട്ടാ.